ഇടുക്കി മൂന്നാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സ്ഥിരം സന്ദർശകനായി കാട്ടാനയായ പടയപ്പ. സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്ന പച്ചക്കറി മാലിന്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് കാട്ടുകൊമ്പന്റെ വരവ്. ഇതോടെ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പടയപ്പ എത്തുന്നത് കുറഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് വനംവകുപ്പ് പടയപ്പയെ എത്ര കണ്ട് കാട്ടിലേക്ക് തുരത്തിയാലും താൻ പോകില്ല എന്ന മട്ടിൽ തന്നെയാണ് പടയപ്പയുള്ളത്. സ്ഥിരമായി ഇപ്പോൾ കല്ലാർ മാലിന്യ പ്ലാന്റിൽ, ഇപ്പോൾ എനിക്ക് പിന്നിലാണ് പടയപ്പയുള്ളത്. ഓരോ ദിവസവും പച്ചക്കറി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് എത്തുമ്പോൾ പടയപ്പയും ഹാജരാവും. പച്ചക്കറികൾ അകത്താക്കി പിന്നീട് തിരികെ മടങ്ങും. പ്ലാന്റിലെ സ്ഥിരം സന്ദർശകനാണെങ്കിലും ജീവനക്കാർക്ക് അധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെയാണ് പടയപ്പ ദിവസേന വന്നു മടങ്ങുന്നത്. നിലവിൽ അപകടകാരിയല്ലെങ്കിലും ആക്രമണ ഭീതിയിലാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. പടയപ്പ ഇപ്പോൾ വലിയ പ്രശ്നക്കാരനല്ലെന്ന് ജീവനക്കാരനും പറയുന്നു. அது வர்றது ஒரு டைமிங் வந்து குறித்து சொல்ல முடியாது. 3 மணிக்கு மேலே 3 மணி ஒரு 2:15 அதுக்கு பிறகு வந்துட்டு, ஆனால் நல்ல முறை நல்ல வேஸ்ட்டு இது காய்கறி வேஸ்ட்டு மட்டும்தான் கொடுப்பாங்க. அப்புறம் மற்றபடி பிளாஸ்டிக் வேஸ்ட்டு எதுவுமே அது சாப்பிடாது. நல்ல வேஸ்ட்டாக சாப்பிடாது, நல்ல காய்கறியாக விட்டா சாப்பிடுது. அவங்க சாப்பிட்டுட்டு அவங்களா திரும்பி போயிடுவார். மக்கள்கிட்ட எந்த தொந்தரவும் கிடையாது. இது தோட்ட தொழிலாளர்கள் அந்த ஏரியாவுக்கும் போக கிடையாது. சாப்பிட்டு கீழே போவார், திருப்பி அந்த டயத்துக்கு கணக்கு பண்ணி வருவார். வந்துட்டு அவர் வர சாப்பிட போக, அதுதான் வழியாக இருக்குது. அப்புறம் மற்றபடி எந்த பிரச்சனையும் இல்லாது. മാലിന്യ പ്ലാന്റിലെ പതിവുകാരനായതോടെ പടയപ്പയുടെ തോട്ടം മേഖലയിലെ കറക്കം കുറഞ്ഞിട്ടുണ്ട്. കല്ലാർ മാലിന്യ പ്ലാന്റിലെ പടയപ്പയുടെ ആഹാരം മുടങ്ങിയാൽ തോട്ടം മേഖലയിലെ സ്ഥിരശല്യക്കാരനാകും പടയപ്പ. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.